കരുനാഗപ്പള്ളിക്കാർക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. തിരുവനന്തപുരത്തുകാർക്ക് മാനവീയം വീതി പോലെ കൊല്ലം കരുനാഗപ്പള്ളിക്കാർക്ക് ഉള്ളൊരു സ്വകാര്യ അഹങ്കാരമാണ് അഴീക്കൽ. അങ്ങനെ കൂട്ടുകാരെയും കൂട്ടി ഇറങ്ങി ഏകദേശം 8-9 മണിയോടെ ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ വന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്, അത് വഴിയെ പറയാം. ശനിയാഴ്ച ആയതുകൊണ്ടാവണം ആൾക്കാർ പൊതുവെ കുറവായിരുന്നു. കുറച്ചു നേരം തിരമാലയൊക്കെ നടന്ന ശേഷം ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടന്നു. പാനിപ്പൂരി തിന്നാൻ 25 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്ന ചങ്ക്. കടകൾ അടച്ചിടുന്ന സമയമായിരുന്നത്, എന്നാലും നമുക്കൊരു കടയിൽ നിന്ന് സാധനം കിട്ടി. വാങ്ങിയ പാനിപ്പൂരി തിന്നിട്ട് കൊള്ളാങ്കി വീണ്ടും വാങ്ങാന്ന് കരുതി. പാനിപ്പൂരി എങ്ങനുണ്ട് പറയടാ. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ബീച്ചിന്റെ സൈഡിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡുണ്ട്. അപകട സാധ്യത കൂടിയ മേഖലയാണെന്ന് സാരം. കുറിഞ്ചി കുടിയണ ചൂടോടോ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് നേരെ പുലിമുട്ടിന്റെ ഭാഗത്തോട്ട് പോകാം. നല്ല ടേസ്റ്റ് ഉണ്ടോ? കണ്ടാരിച്ച് ബജ്ജി കിട്ടി. ഇതെന്താ ഒരുമാതിരി വല്ലാത്ത മാവ് കൊല്ലിക്കണ ഇതൊക്കെ. ആ ചട്നി ഒരുമാതിരി ഇരിക്കും. ഈ സാമാനല്ലേ ആ നേരത്തെ കൊള്ളാന്ന് പറഞ്ഞേ. ആ പുലിമുട്ടിന്റെ അടുത്തൂടെ നേരെ അവള് നടന്നിങ്ങനെ പോവാണ് കേട്ടോ. പുലിമുട്ടെന്ന് തന്നെ പറയാം. പുലിമുട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ എന്താ സുഖമല്ലോടെ. അങ്ങനെ പുലിമുട്ടിന്റെ അടുത്ത് ഇരുന്നപ്പോഴാണ് മീൻ പിടിക്കാനായി കുറച്ച് ചേട്ടന്മാര് ബോട്ടിൽ പോകുന്നത് കണ്ടത്. അങ്ങനെ അവിടെ ഇരുന്ന് കുറെ നേരം സംസാരിച്ച് അവസാനം ചർച്ച ചന്ദ്രനിൽ വരെ എത്തി. ചായയുടെ കടിമ കിട്ടുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം ചന്ദ്രനെ. എപ്പോഴും നിനക്ക് കാശിയല്ല മുടി വിളിക്കണോ? നീ എനിക്കൊരു പറയും. മുടി വിളിക്കണമെങ്കിൽ അവിടെ പോയാൽ മതി. ശരി, അവിടെ ഇതുണ്ട് ടൈറ്റാനിയത്തിന്റെ ഇത് കൂടുതലാണ്. അല്ല ടൈറ്റാനിയം അല്ലല്ലോ, സെലീനിയത്തിന്റെ ഇള കൂടുതൽ. അത് തേച്ചാൽ പെട്ടെന്ന് മുടി വിളിക്കും. കോത്തുകാരെ മുടി വിളിച്ചോറുണ്ട് അത് വെച്ച്. കേരളത്തിലെ ഒരേ ഒരു പെണ്ണുകൾ ലൈറ്റ് ഹൗസ് അത് തന്നെ. അതേപോലെ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ റാറാ പോലെ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു പോയി. വെളുപ്പിനെ 12:30 ബീച്ചിൽ നിന്ന് നേരെ അഴീക്കൽ പാലത്തിലേക്ക് പോയി. കൊല്ലം ജില്ലയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു സ്ഥാനം തന്നെയാണ് അഴീക്കലിനുള്ളത്. അങ്ങനെ ഇവിടെ വന്നും കുറെ നേരം ഇരുന്നു. കൂട്ടുകാരുടെ കൂടി ഇരിക്കുമ്പോൾ എന്തിനെ കുറിച്ച് വേണമെങ്കിലും വാദവരാതെ സംസാരിക്കാം അല്ലേ? മുതുകഴപ്പ് പാതിരാത്രിയിൽ കണ്ടാ വെള്ളം അടിച്ചിട്ട് ഓരി കാണിക്കുന്ന പോലെ തോന്നുമെങ്കിലും ജീവിതത്തിൽ ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ചങ്ക്. എന്നാലും കഴപ്പിന് മാത്രം ഒരു കുറവുമില്ല. ആരെയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് റോഡിന്റെ പകുതി ഭാഗത്ത് മാത്രം ടാറിട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലാതെ ഒരു ഗുണവും ഇല്ല. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ വന്ന് ഓരോ ചായ കുടിക്കാൻ കരുതി. ഒരു ബൂസ്റ്റ്, ഒരു ചായ, എനിക്കൊരു ചായ, ഒരു ബൂസ്റ്റ്. കൂട്ടുകാരന്റെ ആഗ്രഹം പോലെ അൽഫാമും കാച്ചി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഗേറ്റ് ഇടമുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വെളുപ്പിനെ 3 മണിയോടെ വീട്ടിലെത്തി. അടുത്ത വീഡിയോ കാണും വരെ. അപ്പൊ പിന്നെ ശരി എന്നാ.